ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ പോലീസ് ചോദ്യം ചെയ്യും. അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് ധൈര്യമില്ലെന്ന് MP രാജേഷ്. മരണപ്പെട്ട ഒരു പദ്ധതി ജീവൻ വെപ്പിക്കാൻ LDF സർക്കാരിന് അറിയാമെങ്കിൽ ജീവൻ വെപ്പിച്ച പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കാനും സർക്കാരിന് അറിയാമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നടൻ വിനായകൻ വീണ്ടും വിവാദത്തിൽ. കുണ്ടന്നൂരിൽ പട്ടാപ്പകൽ മാലമോഷണം. വാർത്തകൾ വിശദമായി. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ പോലീസ് ചോദ്യം ചെയ്യും. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ പോലീസ് ചോദ്യം ചെയ്യും. കോൺഗ്രസിൽ പ്രവർത്തിച്ചതിനാൽ തനിക്കുണ്ടായ ബാധ്യതകളെപ്പറ്റി വിശദീകരിച്ച് 2 തവണ NM വിജയൻ K സുധാകരന് കത്തയച്ചിരുന്നു. കത്തിനെ സംബന്ധിച്ച വിവരങ്ങൾ KPCC അധ്യക്ഷനോട് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് ധൈര്യമില്ലെന്ന് MP രാജേഷ്. അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് ധൈര്യമില്ലെന്ന് MP രാജേഷ്. അഴിമതി ആരോപണത്തിൽ നിന്ന് പ്രതിപക്ഷം പിൻവാങ്ങിയത് അതിനാലാണ്. സംസ്ഥാന സർക്കാർ കഞ്ചിക്കോട് ബ്രൂവറിക്ക് പ്രാരംഭ അനുമതി നൽകിയ സംഭവത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണം പൊളിഞ്ഞതുപോലെ ജലചൂഷണമെന്ന വാദവും സ്വയം പൊളിയുമെന്നും മന്ത്രി MP രാജേഷ്. ആദ്യം ഉന്നയിച്ച അഴിമതി ആരോപണം പൊളിഞ്ഞു, അടുത്തതും അതുപോലെ പൊളിയുമെന്നും പ്രചരിപ്പിച്ച എല്ലാ കാര്യവും തെറ്റാണെന്ന് വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം വരട്ടെ, എല്ലാം തെളിയിക്കാൻ തയ്യാറാണെന്നും MP രാജേഷ് പറഞ്ഞു. ഇത്രയും വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള ധൈര്യമില്ലാത്ത ഭീരുക്കളായി പ്രതിപക്ഷം മാറിയെന്നും അസംബ്ലിയിൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. എണ്ണി മറുപടി കൊടുക്കുമെന്നും കുടിവെള്ളത്തിന്റെ വിഷയം സഭയിൽ പറയാമെന്നും MP രാജേഷ് പറഞ്ഞു. മാധ്യമങ്ങൾ എന്തെല്ലാം തലക്കെട്ടുകളാണ് പ്രതിപക്ഷം ഉന്നയിച്ച് ആരോപണങ്ങൾ അടിസ്ഥാനമാക്കി നൽകിയത്? എന്തിനാണ് മനുഷ്യരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും MP രാജേഷ് ചോദിച്ചു. വെള്ളത്തിന്റെ കാര്യത്തിലും ഇതാണ് നടക്കാൻ പോകുന്നത്. പ്രചരിപ്പിച്ച എല്ലാ കാര്യവും തെറ്റാണെന്ന് വ്യക്തമാകും. ആദ്യം ഉന്നയിച്ച അഴിമതി ആരോപണത്തിന് 48 മണിക്കൂർ പോലും ആയുസ്സുണ്ടായില്ല. വെള്ളത്തിന്റെ കാര്യവും ഇതുപോലെ സ്വയം പൊളിയും. രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണമെന്ന് മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞത് അത്ര ആത്മവിശ്വാസമുണ്ടായത് കൊണ്ടാണെന്നും MP രാജേഷ് പറഞ്ഞു. മരണപ്പെട്ട ഒരു പദ്ധതി ജീവൻ വെപ്പിക്കാൻ LDF സർക്കാരിന് അറിയാമെങ്കിൽ ജീവൻ വെപ്പിച്ച പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കാനും സർക്കാരിന് അറിയാമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മരണപ്പെട്ട ഒരു പദ്ധതി ജീവൻ വയ്പ്പിക്കാൻ LDF സർക്കാരിന് അറിയാമെങ്കിൽ ജീവൻ വയ്പ്പിച്ച പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കാനും സർക്കാരിന് അറിയാം. ന്യായമായ ആവശ്യങ്ങളിൽ പോസിറ്റീവായി സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്നും ഈ സംസ്ഥാന സർക്കാരിന്റെ കാലത്ത് അത് പൂർത്തീകരിക്കേണ്ട എന്നുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ചില ഇടപെടൽ നടത്തുന്നവരുണ്ടെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇടപെട്ട് ചില അണ്ടർപാസ് ഉൾപ്പെടെ വെഹിക്കിൾ അണ്ടർപാസ് ഉൾപ്പെടെ അനുവദിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ ഈ വിഷയം ഉയർത്തുന്നത്. NH66 ഇപ്പോൾ യാഥാർത്ഥ്യമായി വരാൻ നേരത്ത് ചില പ്രാദേശിക വിഷയങ്ങളതിന് വരുന്നുണ്ട്. വളരെ നിഷ്കളങ്കമായിട്ടാണ് ഇതിലൊക്കെ ഇടപെടുന്നത്. പൊതുവായിട്ടുള്ള പറയാനുള്ളതാണ്. നിഷ്കളങ്കമായി ഇടപെടുന്ന സംസ്ഥാന ഗവൺമെന്റ് വളരെ പോസിറ്റീവായിട്ടാണ് അതിൽ നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ ഈ സംസ്ഥാന ഗവൺമെന്റ് കാലത്ത് ഇത് പൂർത്തീകരിക്കേണ്ട എന്നുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ചില ഇടപെടൽ നടത്തുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, മരണപ്പെട്ട ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ജീവൻ വെപ്പിക്കാൻ LDF സർക്കാരിന് അറിയാമെങ്കിൽ ജീവൻ വെപ്പിച്ച പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കാനും സർക്കാരിന് അറിയാം എന്നുള്ളത് വിശ്വാസത്തോടെ പറയുന്നു. ന്യായമായ വിഷയങ്ങൾ സംസ്ഥാന സർക്കാർ ഇടപെടും. ഇതുവരെ ഇടപെട്ടിട്ടുണ്ട്, ഇനിയും ഇടപെടും. എന്നാൽ നാട് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി മുടക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമത്തെ അതേ അർത്ഥത്തിൽ തന്നെ സർക്കാർ തിരിച്ചറിഞ്ഞു. TJ വിനോദ് MLA നൽകിയ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദേശീയപാത 66 ഇടപ്പള്ളി കുന്നുംപുറം മുതൽ വരാപ്പുഴ പാലം വരെയുള്ള ഭാഗത്ത് കണ്ടെയ്നർ ജംഗ്ഷൻ, കുന്നുംപുറം ജംഗ്ഷൻ എന്നീ ഭാഗങ്ങളിൽ യഥാക്രമം ഫ്ലൈ ഓവർ, വെഹിക്കുലർ അണ്ടർപാസ് എന്നിവ നൽകിയിട്ടുണ്ട്. അപ്രോച്ച് റോഡ് സഹിതം കണക്കാക്കിയാൽ കിലോമീറ്റർ 418+300 മുതൽ 417+807 വരെയും കിലോമീറ്റർ 419+500 മുതൽ 420+126 വരെയും എലിവേറ്റഡ് ഹൈവേ എന്ന രൂപത്തിലാണ് നിർമ്മിക്കുന്നതെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. തൈക്കാവ് ജംഗ്ഷനിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് 1293 മീറ്റർ അകലെ ഫ്ലൈ ഓവറും ഇടപ്പള്ളി ഭാഗത്തേക്ക് 1026 മീറ്റർ അകലെ ദൂരത്തിൽ വെഹിക്കുലർ അണ്ടർപാസും നൽകിയിട്ടുണ്ട്. ഭാരത് റാണി റോഡ് ദേശീയപാതയുമായി ചേരുന്നത് കിലോമീറ്റർ 416+7
1925-ലാണ്. ഇതിന് സമീപം കിലോമീറ്റർ 417+1000 ഭാഗത്ത് മെയിൻ കാരേജ് വേയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എൻട്രി പ്ലസ് എക്സിറ്റ് പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തെ ഫിനിഷ്ഡ് റോഡ് ലെവൽ, മെയിൻ കാരേജ് വേ, സർവീസ് റോഡ് എന്നിവയ്ക്ക് സമമായതിനാൽ അണ്ടർപാസ് നൽകുക സാങ്കേതികമായി സാധ്യമല്ല. എന്നാൽ കിലോമീറ്റർ 416+760 മുതൽ കിലോമീറ്റർ 416+480 വരെ സർവീസ് റോഡ് നിർമ്മിച്ച് വലിയ പാലത്തിന് താഴെ ക്രോസിംഗ് പോയിന്റ് നൽകുന്നത് പരിഗണിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസറുമായി സംസാരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്താം. പൊതുവായി ഒരു കാര്യം കൂടി പറയാം. പ്രാദേശികമായ ചില വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ന്യായമായ ആവശ്യങ്ങളിൽ പോസിറ്റീവായി സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കുകയാണ്. എന്നാൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാലത്ത് അത് പൂർത്തീകരിക്കേണ്ട എന്നുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ചില ഇടപെടൽ നടത്തുന്നവരുണ്ട്. മരണപ്പെട്ട ഒരു പദ്ധതി ജീവൻ വെപ്പിക്കാൻ LDF സർക്കാരിന് അറിയാമെങ്കിൽ ജീവൻ വെപ്പിച്ച പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കാനും സർക്കാരിന് അറിയാം. നടൻ വിനായകൻ വീണ്ടും വിവാദത്തിൽ. നടൻ വിനായകൻ വീണ്ടും വിവാദത്തിൽ. മദ്യലഹരിയിൽ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നും അസഭ്യം പറയുന്നതും നഗ്നതാ പ്രദർശനം നടത്തുന്നതുമായ വീഡിയോയാണ് വിനായകന്റേതെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. വിനായകന്റെ സ്വന്തം ഫ്ളാറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിതെന്നാണ് വീഡിയോ പങ്കുവയ്ക്കുന്നവർ ആരോപിക്കുന്നത്. തൊട്ടുമുൻപിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ബാൽക്കണിയിൽ നിന്ന് തുടർച്ചയായി അസഭ്യം പറയുന്നതും വസ്ത്രം അഴിഞ്ഞുപോകുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. വീഡിയോയുടെ സ്ക്രീൻഷോട്ട് വിനായകൻ സ്വന്തം സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. വീഡിയോയ്ക്ക് താഴെ വിനായകനെതിരെ നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത്. കുണ്ടന്നൂരിൽ പട്ടാപ്പകൽ മാലമോഷണം. കുണ്ടന്നൂരിൽ പട്ടാപ്പകൽ മാലമോഷണം. കുണ്ടന്നൂർ തുരുത്തിൽ കുണ്ടന്നൂർ വീട്ടിൽ അനിത എന്ന വീട്ടമ്മയുടെ 3.5 പവൻ വരുന്ന സ്വർണമാല കവർന്നു. മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വരും വഴി ബൈക്കിലെത്തിയ 2 പേർ മാല മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരിച്ചു വരുമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ സൈഡ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഒരാൾ ഞങ്ങളുടെ എതിരെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വർത്തമാനം പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഒരു ബൈക്ക് ഇങ്ങനെ സൈഡും വഴി വന്നിട്ടുണ്ടായതിൽ ഒരാളുണ്ടായിരുന്നു. ഞങ്ങളത് അലക്സിൻ്റെ കടയിൽ നിന്ന് ഇതിൽ വാങ്ങിയിട്ട് വരുന്ന ആളായിരിക്കും എന്നാണ് നടന്നു വരുന്നത്. അപ്പോൾ സൈഡും വഴി ഇങ്ങനെ വന്നിരുന്ന ആൾ ഇങ്ങനെ മാല ഇങ്ങനെ പൊട്ടിച്ചു അടുത്ത ബൈക്കൊക്കെ കയറി അങ്ങനെ പോകുമായിരുന്നു. പിന്നാലെ ഞങ്ങൾക്ക് ഉടൻ ഞങ്ങളുടെ കൈയും കാലും ഒക്കെ വിറയ്ക്കുകയും കൂടെ ആയിരുന്നു. ഒന്നും പറ്റുന്നില്ലായിരുന്നു. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണയുടെ പിന്നാലെ സൈക്കിളും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു അതിന് പോകുന്ന അലക്സിനോട് വിളിച്ച് പറഞ്ഞു മാല പൊട്ടിച്ച് പറഞ്ഞു വിട്ടു. പക്ഷെ പെട്ടെന്ന് തന്നെ കയറി പോവുകയും ചെയ്തു. അവർ നടന്നു വരികയായിരുന്നു. എതിരെ വന്നിട്ടാണ് നടന്നത്. ഹൈറ്റൊക്കെ വെയിറ്റുള്ള ഒരാളായിരുന്നു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ തെക്കുഭാഗത്ത് പ്രവേശന കവാടം നിർമ്മിക്കുന്നു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ തെക്കും ഭാഗത്ത് പ്രവേശന കവാടം നിർമ്മിക്കുന്നു. ഗോപുരവും വാതിലുകളും സ്ഥാപിക്കുന്നതിനായുള്ള സ്ഥാനനിർണയം കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. വലിയ അമ്പലത്തിന്റെ തെക്കുഭാഗത്തായി റോഡിന് അഭിമുഖമായാണ് ഗോപുരം നിർമ്മിക്കുക. ഗോപുരം നിർമ്മിക്കുന്നതിനായി ദേവസ്വം ബോർഡിന്റെ അനുമതി ഉടനെ ലഭിക്കുമെന്ന് ദേവസ്വം ഓഫീസർ KS മഞ്ജുഷ് അറിയിച്ചു. തെക്കേ ഗോപുരനട തുറക്കുന്നതോടെ ക്ഷേത്രത്തിന് അഭിവൃദ്ധിയും ഭക്തജനങ്ങൾക്ക് സൗകര്യവുമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ തെക്കുഭാഗത്ത് കൂടി ഭക്തർക്ക് പ്രവേശനം സാധ്യമാകുന്ന വിധം ഒരു ഗേറ്റ് ഗോപുരത്തോടു കൂടിയിട്ട് വയ്ക്കാൻ നമ്മൾ ആലോചിച്ചിട്ടുള്ളതാണ്. അത് വെക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തർക്ക് കൂടുതൽ സൗകര്യം അകത്തേക്ക് തൊഴാൻ കടക്കാനും സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവനാണ്. എങ്കിലും നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അധികം വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഉള്ള സ്ഥലങ്ങൾ കുറവായതുകൊണ്ട് അതിൽ മെയിൻ പ്രവേശനം അതിലൂടെ തന്നെയാണ്. അതിൽ മാറ്റം വരുത്താതെ തന്നെ ആ തെക്ക് ഭാഗത്ത് ഈ ക്ഷേത്രത്തിൻ്റെ വലിയമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള വാതിലിൻ്റെ അഭിമുഖമായിട്ട് തെക്ക് ഭാഗത്തുള്ള റോഡിന് നേരെയായിട്ടാണ് ഈ ഗേറ്റ് വരുന്നത്. ഈ ഗേറ്റ് വന്നാൽ ക്ഷേത്രം കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനും അതേപോലെ അഭിവൃദ്ധിപ്പെടാനും ഒക്കെ സാഹചര്യം ഒരുക്കും. അത് തന്നെയുമല്ല ഭക്തർക്ക്
കൂടുതൽ സൗകര്യമായിരിക്കും അത്. അവിടെ ഒരു കുറേ കാലങ്ങളായിട്ടൊരു JCB വാഹനം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് 2019 തുടങ്ങിയിട്ട് അവിടെ കിടക്കുന്നതാണ്. അത് നമ്മൾ സ്ഥലത്തെ മുനിസിപ്പാലിറ്റി ചെയർമാൻ, ബഹു MLA, അതേപോലെ തന്നെ ജില്ലാ കളക്ടർ, അതേപോലുള്ള മേധാവികളായിട്ടുള്ള എല്ലാവർക്കും അപേക്ഷ കൊടുത്ത് അവരുടെ സഹായത്തോടു കൂടിയിട്ട് ദേവസ്വം മുൻകൈ എടുത്ത്, ദേവസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വത്തിൽ മാത്രമല്ല ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ട് നമ്മളത് JCB വാഹനം മാറ്റിയുണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു ഗേറ്റ് വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ആലോചിച്ചത്. കാരണം ഇനി അവിടെ ഒരു ഇതേപോലുള്ള വാഹനങ്ങൾ അനധികൃതമായിട്ട് പാർക്ക് ചെയ്യുന്നിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. തന്നെയുമല്ല, അത് നമുക്ക് കൂടുതൽ അവിടെ ഒരു ഗേറ്റ് വന്നാൽ ഒരു 10-15ഓളം വാഹനങ്ങൾ അമ്പലത്തിൽ വരുന്നവർക്ക് പാർക്ക് ചെയ്ത് സൗകര്യം ഒരുക്കാൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യം. പിന്നെ മെയിൻ റോഡിനോട് ഏറ്റവും അടുത്ത് ആയിട്ട് ആളുകൾക്ക് പ്രവേശിക്കാനും, അത് തന്നെയല്ല ഭക്തർക്ക് കുറച്ചുകൂടി സൗകര്യം ആണത്. അപ്പം അതിന് കാണിപ്പയ്യൂർ 20-ാം തീയതി, അതായത് ഇന്നലെ ക്ഷേത്രത്തിൽ ക്ഷണിച്ചിട്ടുള്ള പ്രകാരം എത്തുകയും കാണിപ്പയ്യൂർ അതിന് അവിടെ ചെയ്യാനായിട്ടുള്ള അനുമതി തരികയുണ്ടായി. പിന്നെ തന്ത്രിയുടെ ലെറ്ററും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് നമുക്ക് ചെയ്യാനായിട്ടൊരു ആൾ നമ്മുടെ ക്ഷേത്രത്തിനോട് പ്രവർത്തിച്ചെന്ന് പറയാൻ പറ്റില്ല, മുൻനിരയിൽ പ്രവർത്തിച്ച് വരുന്ന എന്ത് കാര്യത്തിനും അദ്ദേഹം ക്ഷേത്രത്തിൽ കാര്യങ്ങൾ നമ്മളോട് സഹകരിച്ച് വരുന്ന ആളാണ്. വി അനുജൻ സാറ് വടക്കാഞ്ചേരി, അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ ഒരു ഗേറ്റ് വയ്ക്കുന്ന കാര്യം നമുക്ക് ചെയ്തു തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബോർഡിൻ്റെ അനുമതി കിട്ടേണ്ടതുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അതും ഏകദേശമൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ നമുക്കൊരു ഈ മാസം അവസാനത്തോടു കൂടിയിട്ട് തന്നെ അവിടെ അതിൻ്റെ പണികൾ ആരംഭിക്കും. അതും ഈ അവസരത്തിൽ ഭക്തരെ അറിയിച്ചുകൊള്ളുന്നു. ഭക്തനായ വി അനിരുദ്ധനാണ് ഗോപുരവും ഗേറ്റും നിർമ്മിച്ച് ഭഗവാന് സമർപ്പിക്കുക. നമ്മൾ വടക്കാഞ്ചേരി കരമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൻ്റെ താഴേക്കുളത്തിന് നേരെ തെക്ക് ഭാഗത്തേക്ക്, എന്നുവെച്ചാൽ പുറത്തെ പ്രതിഷ്ഠയുടെ നേരെ തെക്ക് ഭാഗം ഒരു ഗേറ്റ് മെയിൻ റോഡിൽ നിന്നും വയ്ക്കുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരം ഒരു ഗേറ്റ് വയ്ക്കുന്നതുകൊണ്ട് വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൻ്റെ പ്രൗഢിയും പ്രാഗൽഭ്യവും കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ മെയിൻ റോഡിൽ നിന്നും ആ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലേക്ക് ഒരു ദർശനമില്ലാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് ധാരാളം ഭക്തജനങ്ങളിൽ നിന്നും നമുക്ക് സ്വയവും അനുഭവപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഭംഗിയായിട്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആയതിനു വേണ്ടി അനുവാദം ബോർഡിൽ നിന്നും കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല കടമ്പകൾ കടന്നാൽ മാത്രമേ അതിനുള്ള അനുവാദം കിട്ടുകയുള്ളൂ. അങ്ങനെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പണി പൂർത്തീകരിക്കും. ഒരു ഗേറ്റ് അവിടെ നിന്ന് വയ്ക്കും. അത് നല്ല വീതിയിൽ നേരെ അകത്തെ ഉള്ളിലേക്ക് കടക്കത്തക്ക രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആയത് ഏറ്റവും വേഗം നടത്തുന്നതിന് വേണ്ടി സർവശക്തൻ അനുഗ്രഹിക്കട്ടെ, ശക്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം എല്ലാവരുടെയും സഹകരണം ഇതിനുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊള്ളുന്നു. ജയ് ഭഗവാൻ. പടിഞ്ഞാട്ട് ദർശനമായാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ ഉള്ളത്. കിഴക്ക് ഭാഗത്തുകൂടിയും ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ട്. ഈ മാസം അവസാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ദേവസ്വം ഓഫീസർ അറിയിച്ചു. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ
നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായി ഇതുവരെയും തിരിച്ചറിയാത്ത 32 പേരുടെ ലിസ്റ്റ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചു. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായി ഇതുവരെയും തിരിച്ചറിയാത്ത 32 പേരുടെ ലിസ്റ്റ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചു. ഇവരെ ദുരന്തത്തിൽ മരണപ്പെട്ടവരായി കണക്കാക്കി സർക്കാർ ഉത്തരവിറങ്ങും. ദുരന്തത്തിൽ മരണപ്പെട്ട മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവരുടെ ബന്ധുക്കൾക്ക് ഇതോടെ ലഭിക്കും. 231 മൃതദേഹങ്ങളും 223 മൃതദേഹ ഭാഗങ്ങളുമാണ് ദുരന്തത്തിന് ശേഷം കണ്ടെടുത്തത്. ഇതിൽ ആദ്യ ദിവസം തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത 19 മൃതദേഹങ്ങളും DNA സാമ്പിളുകൾ ശേഖരിക്കാൻ കഴിയാത്ത 3 മൃതദേഹ ഭാഗങ്ങളും ഒഴികെയുള്ളവയിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലാണ് ആദ്യഘട്ടത്തിൽ DNA സാമ്പിളുകളുടെ പരിശോധന നടത്തിയത്. ഇതിലൂടെ 77 പേരെ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലും DNA പരിശോധന നടത്തി. ഇതിലൂടെ 22 പേരെ തിരിച്ചറിഞ്ഞു. ദുരന്തത്തിൽ മരണപ്പെട്ട 167 പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. ദുരന്തത്തിൽ ഉൾപ്പെട്ട് കാണാതായ ബാക്കിയുള്ള 32 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ അംഗീകരിച്ചത്. ആകെ 298 പേർ ദുരന്തത്തിൽ മരിച്ചതായാണ് പുതിയ കണക്ക്. സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വെള്ളരിമല വില്ലേജ് ഓഫീസർ, മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി, മേപ്പാടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ലിസ്റ്റാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത്. ഇവരുടെ മരണം രജിസ്റ്റർ ചെയ്ത് മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരുകൾക്കുള്ള അവകാശങ്ങൾ കവരുന്ന UGC കരട് റെഗുലേഷൻ ആക്ടിൽ കേരളത്തിന്റെ ആശങ്കയും എതിർപ്പും അറിയിച്ചുകൊണ്ട് മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരുകൾക്കുള്ള അവകാശങ്ങൾ കവരുന്ന UGC കരട് റെഗുലേഷൻ ആക്ടിൽ കേരളത്തിന്റെ ആശങ്കയും എതിർപ്പും അറിയിച്ചുകൊണ്ട് മന്ത്രി ആർ ബിന്ദു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്തയച്ചു. പുതിയ കരട് നിയമം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നവീകരിക്കാനുള്ള സംസ്ഥാന സർക്കാർ ശ്രമങ്ങളെ അട്ടിമറിക്കുന്നതാണെന്നും രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവത്തെ തകർക്കാനായുള്ള നീക്കമായി UGC കരട് റെഗുലേഷനെ കാണാനാകൂവെന്നും മന്ത്രി ആർ ബിന്ദു തന്റെ കത്തിൽ വ്യക്തമാക്കി. വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള നിയമന നടപടികൾ പൂർണ്ണമായും ചാൻസലറെ ഏൽപ്പിക്കാനുള്ള തീരുമാനവും കൂടാതെ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയുടെ ഘടന പോലും തീരുമാനിക്കുന്നതും ഇക്കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം കവരുന്നതാണെന്ന് മന്ത്രി തന്റെ കത്തിൽ പറഞ്ഞു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ കരട് UGC റെഗുലേഷൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഒരു പുനർവിചിന്തനം നടത്തണമെന്നും ഈ കരട് UGC റെഗുലേഷൻ ആക്ട് റദ്ദാക്കണമെന്നും മന്ത്രി ആർ ബിന്ദു തന്റെ കത്തിലൂടെ കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുക്കിപ്പണിത പോലീസ് സ്റ്റേഷന് മുൻവശത്തുള്ള ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. വടക്കാഞ്ചേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുക്കിപ്പണിത പോലീസ് സ്റ്റേഷന് മുൻവശത്തുള്ള ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 ചെറിയ ഉദ്ഘാടനങ്ങൾ ലയൺസ് ക്ലബ്ബ് വടക്കാഞ്ചേരി മേഖലയ്ക്കകത്ത് ഒട്ടനവധി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മനുഷ്യർക്കും പ്രകൃതിക്കും ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഒരു ഇൻ്റർനാഷണൽ സംഘടന എന്ന രീതിയിൽ വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നേരത്തെ ഇപ്പോൾ ജോൺസൺ സൂചിപ്പിച്ച പോലെ വടക്കാഞ്ചേരി നഗരസഭയെ തിമുര വിമുക്ത നഗരസഭയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് തുടർച്ചയാണ്. ഓരോ ഡിവിഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ ആകെ
നമ്മുടെ ലോകത്തെ കാണാൻ കഴിയാവുന്ന രീതിയിലുള്ള കാഴ്ചയുള്ള ആളുകളാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക. ഇന്ന് കേരളത്തിലെ പോലീസ് ഒരു പൊണ്ടുവൽ കൂടി ഇന്നലത്തെ പുതിയ വിദ്യയുടെ ഭാഗമായി ലഭ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏത് സംവിധാനങ്ങൾ എന്തൊക്കെ തന്നെ വിമർശനങ്ങളുണ്ടായാലും കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ കുറ്റാന്വേഷണ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. വടക്കാഞ്ചേരി പോലീസും അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ്. എന്തായിരുന്നാലും പോലീസിന് ആവശ്യമായിട്ട് സൗകര്യപ്രദമായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനും പൊതുജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ബസ് സ്റ്റോപ്പ് 56 വർഷമല്ലേ വർഷമായിട്ട് ഇവിടെ നിലവിലുള്ളത്, അത് ബാക്കിലേക്ക് ഒന്നുകൂടി ഇറക്കുകയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് പുതിയ നിർമ്മാണ പ്രവർത്തനം വരികയാണ്. എന്തായിരുന്നാലും നല്ല വൃത്തി സ്വസർവേഷണ ഭാഗമായി നഗരസഭ നല്ല പ്രവർത്തനം പൊതുവായിട്ട് മാലിന്യമുക്തമായ നഗരസഭ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നഗരത്തെ സുന്ദരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ഇൻസ്പെക്ടർ പോലീസ് റിജൻ എം തോമസ് മുഖ്യാതിഥിയായിരുന്നു. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ലയൺസ് ക്ലബിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ചെയ്യാൻ മനസ്സിലാക്കി. അതിന് മുമ്പ് ഞാൻ ആലപ്പുഴയിലും പത്തനംതിട്ടയിൽ വർക്ക് ചെയ്യുമ്പോഴും അത്രയൊക്കെ എനിക്ക് അറിഞ്ഞിട്ടില്ല. പിന്നീട് ഇവിടെ വന്നപ്പോഴാണ് കുറേ കൂടി പല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ആണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന ക്ലബ് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്ത സമയത്ത് ഞാനിവിടെ ചോദിച്ചു, നമ്മുടെ ജനപഞ്ചായത്തിനും ഒരു പെയിൻറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണ സമ്മതത്തോടുകൂടി നമ്മുടെ റോഡ് പെയിൻറ്റ് ചെയ്ത് വന്നു. കൂടാതെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഫർണിച്ചർ കൈമാറിയതിനും ജനസേവന കേന്ദ്രം നവീകരിച്ചതിനും അദ്ദേഹം ലയൺസ് ഭാരവാഹികളെ അനുമോദിച്ചു. പ്രസിഡന്റ് AP ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഏറെ സന്തോഷമുണ്ട്, അതോടൊപ്പം അഭിമാനിക്കാനും. 56 വർഷം പിന്നിടുന്ന വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് എന്നും സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന സന്നദ്ധ സംഘടനയാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു. ഈ വർഷം നമ്മൾ വളരെയധികം സേവന പ്രവർത്തികളുമായി മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. കിടപ്പിലായ നിർധനരായ ഡയാലിസിസ് രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം, അതുപോലെ ക്യാൻസർ രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം എന്നിങ്ങനെ അനവധി സേവന പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷത്തെ ഞങ്ങളുടെ മുഖ്യ മെഗാ പ്രോജക്റ്റായ വടക്കാഞ്ചേരി നഗരസഭയെ തിമിരമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തിമിരമുക്ത നഗരസഭ എന്ന പ്രഖ്യാപനമായി ഞങ്ങൾ ഈ വർഷം എല്ലാ മുനിസിപ്പാലിറ്റിയുടെ 41 ഡിവിഷനുകളിലും ഓരോ മേഖലകളാക്കി 3-4 ഡിവിഷനുകളിൽ തിരിച്ച് ഓരോ മേഖലകളാക്കി എല്ലാ മാസവും തിമിര നിർണയ ക്യാമ്പുകൾ നടത്തി അർഹരായവർക്ക് തിമിര നിർണയ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് മുനിസിപ്പൽ ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ബസ് സ്റ്റോപ്പ് നവീകരണം, അതുപോലെ ജനമൈത്രി ഹാൾ നവീകരണം, അതുപോലെ കുറച്ച് ഫർണിച്ചർ വിതരണം എന്നിങ്ങനെയാണ്. നഗരസഭ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, CA ശങ്കരൻകുട്ടി, വിൽസൺ കുന്നംപള്ളി, പ്രിൻസ് തോമസ്, ഡോക്ടർ KA ശ്രീനിവാസൻ, PN ഗോകുലൻ, നസീർ, NA ചന്ദ്രപ്രകാശ് ഇടമന എന്നിവർ സംസാരിച്ചു. ലയൺസ് നേതാക്കളായ അഡ്വക്കേറ്റ് ജേക്കബ് C ജോബ്, U കരുണാകരൻ, സാജു ജോസ്, സതീഷ് കുമാർ K, ഹരീഷ് മേനോൻ, നൈസൽ യൂസഫ്, ജെയിംസ് ഫ്രാൻസിസ്, TP ഗിരീശൻ, ഗിരീഷ് കുമാർ P എന്നിവരും ലേഡീസ് ഫോറം ഭാരവാഹികളായ ഫൗസിയ നസീർ, ഫസീദ നൈസിൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime ന്യൂസ്. ബ്രൂവറി വിഷയത്തിലെ CPI പ്രതിഷേധം തള്ളി MV ഗോവിന്ദൻ. ബ്രൂവറി വിഷയത്തിലെ CPI പ്രതിഷേധം തള്ളി MV ഗോവിന്ദൻ. ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ല. സർക്കാർ നിലപാടാണ് താൻ പറഞ്ഞതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മദ്യനിർമ്മാണശാലയ്ക്ക് വെള്ളം കണ്ടെത്തുക മഴവെള്ള സംഭരണിയിൽ നിന്നാണ്. 5 ഏക്കർ സ്ഥലത്ത് മഴവെള്ള സംഭരണി നിർമ്മിക്കും. 8 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷി അതിനുണ്ട്. ഓരോ സീസണിലും പെയ്യുന്ന മഴയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അത് നിറയുമ്പോൾ മാത്രം പുറത്തുവിടും. അതിൽ നിന്ന് മദ്യ ഉൽപാദനത്തിന് യഥേഷ്ടം വെള്ളം ലഭിക്കുമെന്നും ജലചൂഷണം ഉണ്ടാകുമെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ മദ്യനയം വ്യക്തമാക്കിയതാണ്.
ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. സർക്കാർ അംഗീകൃത 8 ഡിസ്റ്റിലറികൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ LDF, UDF ഭരണകാലങ്ങളിൽ ആരംഭിച്ചതാണ്. ഒയാസിസ് തളവും പ്രൊജക്റ്റും സർക്കാരിന് സമർപ്പിച്ചു. അതിനാൽ അവർക്ക് അനുമതി നൽകിയെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. നീതി നടപ്പിലാക്കിയ വടക്കാഞ്ചേരിക്കാരൻ ജഡ്ജി A. ബഷീർ. പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി A. ബഷീറിന്റെ വിധി പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണെന്ന് വിരമിച്ച ജഡ്ജിമാരും മുതിർന്ന അഭിഭാഷകരും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും വടക്കാഞ്ചേരിയിലെ ജഡ്ജി A. ബഷീറിനെ അറിയാവുന്നവർ പറയുന്നത് നീതിക്കും നിയമത്തിനും വേണ്ടി നിലകൊള്ളുന്ന ആളാണ് ബഷീറെന്ന് ജന്മനാടായ വടക്കാഞ്ചേരിക്കാർ പറയുന്നു. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത തെക്കുംകര പഞ്ചായത്തിൽ ചെമ്പോടാണ് ജഡ്ജി A. ബഷീറിന്റെ ജന്മദേശം. ഇല്ലായ്മയിൽ നിന്നും വളർന്നു വലുതായ അദ്ദേഹം വടക്കാഞ്ചേരിയിലെ കോടതികളിൽ നിന്നാണ് നീതിക്കു വേണ്ടി പോരാട്ടം ആരംഭിച്ചത്. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളണമെന്നായിരുന്നു ചെറുപ്പത്തിൽ മാതാപിതാക്കൾ അദ്ദേഹത്തെ പഠിപ്പിച്ചത്. അതുകൊണ്ടാവാം മനസാക്ഷിയെ നടുക്കിയ കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് അദ്ദേഹം തൂക്കുകയർ വിധിച്ചത്. ഒരുപക്ഷെ വിധിശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. എങ്കിലും സമൂഹത്തിൽ ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സന്ദേശമാകാം ഈ വിധി. ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിച്ചാലും ഉടനെയൊന്നും പുറംലോകം കാണാൻ കഴിയില്ല. പരോൾ അടക്കമുള്ള ഇളവുകൾ ലഭിക്കില്ല. കഠിനമായ തടവായിരിക്കും ലഭിക്കുക. ഹൈക്കോടതിയിൽ കേസ് തീർപ്പാക്കണമെങ്കിൽ ചുരുങ്ങിയത് 6 വർഷമെങ്കിലും എടുത്തേക്കും. കേസ് സുപ്രീം കോടതിയിലെത്തിയാൽ വീണ്ടും വർഷങ്ങൾ ജയിലിൽ കഴിയണം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാകാം പ്രണയത്തെ രക്തസാക്ഷിയാക്കിയ കേസിലെ വിധി പറഞ്ഞത്. ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകൾ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയതിന് 10 വർഷവും കേസ് തിരിച്ചുവിടാൻ ശ്രമിച്ചതിന് 5 വർഷവും എന്നിവ ഉൾപ്പെടെ 586 പേജുള്ള വിധിന്യായമാണ് കോടതി തയ്യാറാക്കിയിരുന്നത്. 2022 ഒക്ടോബറിലാണ് കേരളത്തിൽ നടക്കിയ കൊലക്കേസ് നടന്നത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്. വാർത്തകൾ തുടരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ KPCC അധ്യക്ഷൻ K. സുധാകരനെ പോലീസ് ചോദ്യം ചെയ്യും. അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് ധൈര്യമില്ലെന്ന് MP രാജേഷ്. മരണപ്പെട്ട ഒരു പദ്ധതി ജീവൻ വെപ്പിക്കാൻ LDF സർക്കാരിന് അറിയാമെങ്കിൽ ജീവൻ വെപ്പിച്ച പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കാനും സർക്കാരിന് അറിയാമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നടൻ വിനായകൻ വീണ്ടും വിവാദത്തിൽ. കുണ്ടന്നൂരിൽ പട്ടാപ്പകൽ മാല മോഷണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.